ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. നമ്മുടെ ചാനൽ 1K ക്രോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ ആകുമായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉള്ള ആ ഒരു റെസ്പോൺസും അതുപോലെ തന്നെ അത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം ചെറുതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അത്രയ്ക്കധികം നമ്മുടെ മനസ്സ് സന്തോഷിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും പെർഫെക്ഷൻ കൂടും അല്ലേ. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡോണ്ട് മിസ് ടു വാച്ച് ഔട്ട് മോർ ആൻഡ് മോർ വീഡിയോസ് ഫ്രം അവർ ചാനൽ വൃന്ദാവൻ പി എസ് സി വേൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിഗ്രി ലെവൽ നടന്ന ഒരു എക്സാമിൻ്റെ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടയിൽ കേട്ടോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്നും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പറിങ് അങ്ങനെയായിരിക്കും വരിക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതായതുകൊണ്ട്. അപ്പോൾ നോക്കി 19ാമത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ കിടക്കുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരെണ്ണം അല്ലേ. അപ്പോൾ നോക്കി, നോട്ട് കറക്റ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ മിക്കവരും എന്ത് ചെയ്യും, ശരി ഉത്തരം നല്ല രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കും. ഇതിപ്പോൾ 4 ഓപ്ഷൻസ് ഉള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ എന്താണ് 1 2 3 4 എന്നിട്ട് ഇതിൽ ഓൺലി 1 and 3 2 and 4 എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നോട്ട് കറക്റ്റാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ഇൻ ക്യാരക്ടർ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ജസ്റ്റിഷ്യബിൾ ആണ്. എന്നാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ DPSP ഒന്നും തന്നെ എന്തല്ല, ജസ്റ്റിഷ്യബിൾ അല്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ അല്ലേ, ത്രൂ കോർട്സ്. അതുകൊണ്ട് അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം പാർട്ട് 3ലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ പാർട്ട് 4ൽ എന്താണ്, പാർട്ട് 4ൽ നമ്മുടെ DPSP ആണ്. പാർട്ട് 4A എന്താണ് വരുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ന് എന്തുമാത്രമാണ്, അതൊരു ലീഗൽ റൈറ്റ് ആണ് അല്ലേ, ലീഗൽ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിളും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏതാണ് ആർട്ടിക്കിൾ 300A ആണ്. 300A ആണ് ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഉൾപ്പെടുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 51A ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. നോക്കി, ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ, അല്ല അല്ലേ. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. പകരം നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നത് ഏതാണ്, ആർട്ടിക്കിൾ 21A ആണ് അല്ലേ. 21A ആണ് ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ ഉത്തരം എന്താണ്, നോട്ട് കറക്റ്റ് ആയതുകൊണ്ട് ഇതാണ് ഉത്തരം അല്ലേ. ഏതാണ്, ആർട്ടിക്കിൾ 51A ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതാണ് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിളുകൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൂഷ്വലി നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ സിറ്റിസൺസിനും ഫോറിനേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കാം, ഓൾറെഡി ചോദിച്ച് കണ്ടിരിക്കുന്നതായതുകൊണ്ട് ചോദിക്കാതെയും വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് എന്ത്, 326. ആർട്ടിക്കിൾ 326 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ്, പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഓക്കെ, പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ നോക്കി, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ബാക്ക് ടു ക്വസ്റ്റ്യൻ. എന്താണ്, ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ ഇൻ സ്റ്റേറ്റ്സ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം 352 നാഷണൽ എമർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 356 പ്രസിഡൻസ് റൂളാണ്. 360 എന്താണ്, ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഫസ്റ്റത്തെ എന്തായാലും മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. 1A ആണെന്നറിയാം. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ 2 ഓപ്ഷൻസ് നമുക്ക് പോയി കഴിഞ്ഞു. 1A പിന്നെ നമ്മൾ നോക്കേണ്ടത് Aയും Bയും ആണ് അല്ലേ. ദെൻ ആർട്ടിക്കിൾ 325 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ചിട്ടുള്ളതാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഫോറിനേഴ്സിനും സിറ്റിസൺസിനും അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ആർട്ടിക്കിളുകളും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. കാരണം അത് ചോദിക്കാറുണ്ട്. മനസ്സിലാക്കുക, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്, 15, 16, 19, 29, 30. ഇത് ബൈ ഹാർട്ടാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ നമ്മളോട് ഈ ആർട്ടിക്കിളിൻ്റെ നമ്പർ അല്ല പറയാം, ആ ആർട്ടിക്കിളിൻ്റെ എന്താണ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് പറയാം. 15, 16, 19, 29, 30 എന്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. നമുക്ക് 4 തന്നിട്ടുണ്ട്. ഇതിൽ കോഡ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കി, ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ ഇൻ സ്റ്റേറ്റ്സ്. നമുക്കറിയാം 352 നാഷണൽ എമർജൻസി ആണ്, 356 പ്രസിഡൻസ് റൂൾ ആണ്, 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓപ്ഷൻസിൽ
എന്താണ് ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് പോകും. കാരണം 1 മാച്ചസ് ടു എ ഇത് ശരിയായിട്ടുള്ള ഒരു മാച്ചിങ് ആണ്. ദെൻ ആർട്ടിക്കിൾ 325 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ചിട്ടുള്ളതാണോ? ഇപ്പോൾ തൽക്കാലം അത് അറിയില്ലെങ്കിൽ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. ദെൻ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിനെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിളാണോ ആർട്ടിക്കിൾ 76? അതും അറിയില്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. ദെൻ ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 എന്താണ്? അമെൻമെൻറ്റ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? അമെൻമെൻറ്റ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അതെ, നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നതാണ്. 368 ആണ് അമെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മാച്ചസ് ടു എ ആൻഡ് 4 മാച്ചസ് ടു ഡി. അപ്പോൾ നമുക്ക് ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഇതേ ഇത് തന്നെയാണ് ഉത്തരം നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, 1 മാച്ചസ് ടു എ, ദെൻ 2 മാച്ചസ് ടു ബി, ദെൻ 3 മാച്ചസ് ടു സി. അപ്പോൾ 3 മാച്ചസ് ടു സി, 4 മാച്ചസ് ടു ഡി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഇതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 മാച്ചസ് ടു ബി എന്ന് പറയുന്നില്ല. ആർട്ടിക്കിൾ 325 അല്ല യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ സംബന്ധിക്കുന്നത്. ആർട്ടിക്കിൾ 326 ആണ്. ഓക്കെ, 326 ആണ് എന്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയേക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് ഫാക്ട്സ് ബിലോ. ഓക്കെ, അപ്പോൾ നോക്കി, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി എന്താണ് അത് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ സംബന്ധിച്ച് അത് ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം അല്ലേ. ഇനി 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണോ? നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. മാത്രമല്ല അതുകൊണ്ട് ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളും വന്നു അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറയാം. അപ്പോൾ 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മാത്രമുള്ളത് പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ദെൻ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് തീർച്ചയായിട്ടും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അതാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് 1 and 2 മാത്രമുള്ളത്. അപ്പോൾ ഇത് ശരിയായതുകൊണ്ട് ഈ ഒരു ഓപ്ഷനും പോകും. ഇനി 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണോ ആൻറ്റി ഡിഫെക്ഷൻ ലോ? വെയിറ്റ്, നമുക്ക് നോക്കാം. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു ഇതുവഴിയാണ് തീർച്ചയായിട്ടും റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയതും ആർട്ടിക്കിൾ 300A വന്നതും അല്ലേ. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ബട്ട് 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയല്ല ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നത്. പകരം ആർട്ടിക്കിൾ 52. ഓക്കെ, ആർട്ടിക്കിൾ 52 അതായത് ആർട്ടിക്കിൾ 52 അല്ല, അതായത് 52nd അമെൻമെൻറ്റ്. ഓക്കെ, 52nd അമെൻമെൻറ്റ് വഴിയാണ് ആക്ച്വലി ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നിരിക്കുന്നത്. 52nd അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഓൺലി 1, 2 and 3 എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് റിസർവ്സ് 1/3 ഓഫ് ഓൾ സീറ്റ്സ് ഫോർ വിമൻ ഇൻ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അപ്പോൾ നോക്കി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ എന്താണ് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ഇവിടെ എന്താണ് 1/3 സീറ്റ്സ് സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ടും ഒരു എന്താണ് അമെൻമെൻറ്റ് ആയിരുന്നു അതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എളുപ്പമാണ്. കാരണം വർഷം വെച്ചിട്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റും ലേറ്റസ്റ്റ് വന്നതാണ്, കഴിഞ്ഞ വർഷമാണ് ആ ഒരു അമെൻമെൻറ്റ് വന്നത് എന്നുള്ളൊരൊറ്റ ഫാക്ട് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് 2023 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ 106th അമെൻമെൻറ്റ് ആക്ട് 2023 വന്ന ആ ഒരു ആക്റ്റാണ് എന്ത് വന്നത്, ഈ ഒരു സംഭവം വന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. മാത്രമല്ല അത് എന്നാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്? 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഓക്കെ, അത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം ഏതാണ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ഓർ ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസ്? Options നോക്കാം. On February 2024, Supreme Court struck down electoral bond scheme as unconstitutional. The electoral bond scheme violates the right to information and freedom of speech and expression under Article 19(1)(a) of Indian Constitution. Then the court rules that the amendment to the Companies Act, which allows blanket corporate political funding, is unconstitutional. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തൊരാൾക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. എനിവേസ് ഇതിലത്തെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓക്കെ, ഓൾ ഓഫ് ദ എബവ് ആർ കറക്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതായതുകൊണ്ടും ഇതിനെ സംബന്ധിച്ച് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയരുത്. നെക്സ്റ്റ് ചോദ്യം ഒന്ന് നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ? ആദ്യത്തെ ഓപ്ഷൻ, ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആണോ? അല്ല, നമുക്കറിയാം പ്രസിഡൻ്റ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്തായാലും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്, നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി. ആർട്ടിക്കിൾസ് 324 to 329 ഓഫ് പാർട്ട് 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഔട്ട് ദ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഹോൾഡിംഗ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. സപ്പോസ് ഇപ്പോൾ ഇതറിയില്ല എന്ന് വെക്കുക, ഒന്ന് ഹോൾഡിൽ വയ്ക്കാം. ആർട്ടിക്കിൾസ് സ്പെസിഫിക് ആയിട്ട് നോക്കാത്ത ഒരാൾ അല്ലെങ്കിൽ എന്താണ് പാർട്ട് കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ സിയിലോട്ട് നോക്കാം. ആർട്ടിക്കിൾസ് 352 to 360 ഓഫ് പാർട്ട് 18 ഓൾസോ ഡീൽസ് വിത്ത് ഇലക്ഷൻ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. നമുക്ക് ഓൾറെഡി അറിയാം ആർട്ടിക്കിൾ 352 ഒക്കെ നാഷണൽ എമർജൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കാൻ ഒരു സാധ്യതയുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം,
ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് സപ്പോസ് വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ തന്നെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിന് എമർജൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇലക്ഷനെ പറയാൻ അല്ലെങ്കിൽ ഇലക്ഷൻ ഫ്രെയിം വർക്ക് പറയാനുള്ള സാധ്യതയില്ല അല്ലേ. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദർ ആർ 5 ഫുൾ ടൈം കമ്മീഷണേഴ്സ് ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആണോ ഇലക്ഷൻ കമ്മീഷനിൽ 5 ഫുൾ ടൈം മെമ്പേഴ്സാണോ ഉള്ളത്? ഒരു കമ്മീഷണറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല എന്താണ് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസ് അടക്കം എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. പാർട്ട് ഇതാണ്, ഓരോ ആർട്ടിക്കിൾ കൃത്യമായും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ, എന്നിട്ട് ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കറിയാം. പ്രൈം മിനിസ്റ്റർ, അതുപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ, അതുപോലെ തന്നെ എന്താണ് യൂണിയൻ ഹോം മിനിസ്റ്റർ അല്ലേ, നേരത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.